തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മണ്ഡലങ്ങളിലെ യഥാർത്ഥ പോളിംഗ് വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തുണ്ടാക്കാൻ പോകുന്നത് ചില അട്ടിമറികളാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചതായിരുന്നു. കോൺഗ്രസിന്റെ ആശങ്ക ശരിവെക്കുന്ന തരത്തിലുള്ള സുപ്രീം കോടതി തന്നെ ഇടപെട്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ഉൾപ്പെടെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടർമാരുടെ അന്തിമ ആധികാരിക വിവരങ്ങൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വോട്ടർമാരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അമിത് ശർമ്മയോട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എല്ലാ പോളിംഗ് ഓഫീസർമാരും വൈകുന്നേരത്തോടെ ആപ്പിൽ ഡാറ്റ സമർപ്പിക്കില്ലേ എന്നും അതിനാൽ റിട്ടേണിംഗ് ഓഫീസർക്ക് അവസാനത്തോടെ തന്നെ മുഴുവൻ നിയോജക മണ്ഡലത്തിൻ്റെയും ഡാറ്റ ലഭിക്കില്ലേ എന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചോദിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിന് പെട്ടെന്ന് ലഭിക്കാറില്ല എന്നായിരുന്നു അമിത് ശർമ്മ എന്ന അഭിഭാഷകൻ മറുപടി പറഞ്ഞത്. എങ്കിലും അടുത്ത ദിവസമെങ്കിലും ഡാറ്റ ലഭിക്കില്ലേ എന്ന് ചീഫ് ജസ്റ്റിസിന് ചോദിക്കേണ്ടി വന്നു എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യക്ഷമതയും വിശ്വാസ്യതയുമാണ് ഇവിടെ സംശയിക്കപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം സമർപ്പിക്കാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. കാരണം 70 വർഷത്തിലേറെയായി ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കമ്മീഷൻ ഇതുവരെ വരാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ എങ്ങനെ വന്നു എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇത് കാണാമായിരുന്നു. അതാണ് കോൺഗ്രസ് അധ്യക്ഷൻ ചോദ്യം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം പ്രഖ്യാപിച്ച പ്രാഥമിക കണക്കിനെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് പ്രഖ്യാപിച്ച അന്തിമ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതിനെ തുടർന്നുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഹർജി തന്നെ സമർപ്പിക്കപ്പെട്ടത്. ഏപ്രിൽ 30 പ്രസിദ്ധീകരിച്ച ഡാറ്റ പോളിംഗ് ദിവസം കമ്മീഷൻ പ്രഖ്യാപിച്ച കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അന്തിമ വോട്ടർമാരുടെ എണ്ണത്തിൽ കുത്തനെ വർധനവ്, അതായത് ഏകദേശം 5 മുതൽ 6% വരെ കാണിക്കുന്നതായാണ് ഹർജിയിലുള്ളത്. ഇത് വോട്ടർമാരുടെ എണ്ണം പ്രഖ്യാപിക്കുന്നതിലെ കാലതാമസവും അത്തരം ഡാറ്റയുടെ കൃത്യത സംബന്ധിച്ച് വോട്ടർമാർക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും വലിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. കൃത്യവും അനിഷേധ്യവുമായ ഡാറ്റയെ അടിസ്ഥാനമാക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മുഖേന തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം പ്രഖ്യാപിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്ന് ഹർജിക്കാരായ ADR തന്നെ പറയുമ്പോൾ EVM-നെ കൂടി അവിടെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏപ്രിൽ 30 പ്രസിദ്ധീകരിച്ച വോട്ടർ ടേൺ ഔട്ട് ഡാറ്റ ആദ്യഘട്ടം കഴിഞ്ഞ് 11 ദിവസത്തിനും രണ്ടാം ഘട്ടം കഴിഞ്ഞ് 4 ദിവസത്തിനും ശേഷമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അത് തന്നെ വൈകിപ്പിച്ച് കാര്യം നേടാമെന്നൊരു പദ്ധതിയുടെ ഭാഗമാണെന്ന് ഹർജിക്കാർ സംശയം പ്രകടിപ്പിച്ചതിൽ സുപ്രീം കോടതിയുടെ നിലപാട് കടുപ്പിച്ചതോടെ സംഭവം ചർച്ചയായി കഴിഞ്ഞു. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് തോന്നിയതുപോലെ നടത്താനുള്ളതല്ല ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന സന്ദേശം സുപ്രീം കോടതി വ്യക്തമായി നൽകിയിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകുന്നതോടൊപ്പം ഹർജി മെയ് 24 വീണ്ടും പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് ഈ നടപടി.